ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് സ്കാറ്റർ എഫക്റ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇതിൻ്റെ ക്യാരക്ടർ മാത്രമായിട്ട് സെപ്പറേറ്റ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തേ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. സോ റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ റാസ്ട്രൈസ് ചെയ്യുക. അപ്പോൾ ഏതാണ് നമ്മൾ റാസ്ട്രൈസ് ചെയ്യുന്നത് അവിടെ കൊണ്ടുവച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്. ഓക്കെ, നമ്മൾ ഇനി യൂസ് ചെയ്യുന്നില്ല ഇത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റാസ്റ്ററൈസ് ലെയർ. ഓക്കെ, ഇത്ര ഓക്കെ ആണല്ലോ. ഇത്ര മനസ്സിലായല്ലോ എന്താണ് ചെയ്തത്. ബാക്ക്ഗ്രൗണ്ടിനെ റിമൂവ് ചെയ്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം നമുക്ക് ക്യാരക്ടറിനെ അത് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഈ പൊസിഷനിൽ കൊണ്ടുവച്ചിട്ട് സ്വല്പം വേണമെങ്കിലൊന്ന് മൂവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, കാരണം ആ ഒരു പൊസിഷൻ നമുക്ക് അത്രയും ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ വലിയ ഒരു ക്യാൻവാസ് എടുക്കണം. എൻ്റർ കീ പ്രസ് ചെയ്തിട്ട് ഒരു പുതിയ ക്യാൻവാസ് എടുക്കുക, ഫയൽ ന്യൂ, അതിൻ്റെ അകത്ത് വേറൊരു ക്യാൻവാസ് എടുക്കുക. ഡീഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് ഉള്ള ഒരു ക്യാൻവാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യാൻവാസിലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മൂവ് ചെയ്ത് ആ ഒരു ക്യാൻവാസിൽ വയ്ക്കാം. ഓക്കെ, അതിനുശേഷം അതിനെ നമുക്ക് സ്കെയിൽ ചെയ്യാം. കൺട്രോൾ മൈനസ് അടിച്ചതിന് ശേഷം ഓക്കെ, ആ ഒരു ക്യാൻവാസിനനുസൃതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റും കൺട്രോൾ ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്കതിനെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊരു സ്കാറ്റർ കാണിക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഒരു ഏരിയ കിട്ടും. ഓക്കെ, ഇപ്പോൾ സെലക്ട് ചെയ്ത് വയ്ക്കുമ്പോൾ ഒരു പുതിയ ക്യാൻവാസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത ആ ഒരു സബ്ജക്റ്റിനെ ഇവിടെ കൊണ്ടുവച്ചു. ഇതുവരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇനിയാണ് നമ്മൾ സ്കാറ്റർ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. സ്കാറ്റർ എഫക്റ്റ് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി. അപ്പോൾ ഇതെന്താണ് നമുക്ക് പറയാം, ഇത് ഒറിജിനലാണ്. ഓക്കെ, ഒറിജിനലിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എഫക്റ്റിൻ്റെ പേരും കൂടെ നമുക്കിടാം. എഫക്റ്റ് ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഫിൽറ്ററിൻ്റെ അകത്ത് ഏതാണ്, ലിക്വിഫൈ എന്ന് പറഞ്ഞ എഫക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനൽ അണ്ടർസ്കോർ ഞാൻ പറയാണ് ലിക്വിഫൈ. ഓക്കെ, ലിക്വിഫൈ എന്ന് പറഞ്ഞ എപ്പിൻ്റെ അത് കൊടുത്തേ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ലിക്വിഫൈ ചെയ്യാം. അതിന് മുന്നേ നമുക്കൊരു കോപ്പിയും കൂടെ എടുത്ത് വെച്ചേക്കാം. കാരണം എന്താണ്, നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ സ്കാറ്റർ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഒരെണ്ണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തേൻ്റെ പേരെന്ത് കൊടുക്കാം, സ്കാറ്റർ എന്ന് കൊടുക്കാം. സെലക്ട് ചെയ്യുക, അണ്ടർസ്കോർ സ്കാറ്റർ, ഇങ്ങനൊരു പേര് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഒറിജിനലും ഇതിൻ്റെ അകത്ത് സ്കാറ്ററും. അപ്പോൾ ഇതിൽ സെലക്ട് ചെയ്യുക, ഫിൽറ്ററിൻ്റെ അകത്ത് ലിക്വിഫൈ. ഓക്കെ, ലിക്വിഫൈയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സൈസ് മൂവ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഏത് ഭാഗത്തോട്ടാണ് നിങ്ങൾ സ്കാറ്ററൈസ് ചെയ്യുന്നത് ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാം. ഞാൻ ഇങ്ങോട്ടാണ് സ്കാറ്ററൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തോട്ട് ഞാനിതിനെ കംപ്ലീറ്റ്ലി മൂവ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, ഇത്രയും ഭാഗമാണ് ഞാൻ ഇപ്പോൾ സ്കാറ്ററൈസ് ചെയ്യുന്നത്. ടോപ്പ് ഏരിയ സ്കാറ്ററൈസ് ചെയ്യണമെങ്കിൽ മാത്രം ടോപ്പ് ഏരിയയ്ക്കകത്ത് തൊട്ടാൽ മതി. ഇങ്ങോട്ട് സ്കാറ്ററൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം സ്കാറ്ററൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നും ഇത്രയും ഭാഗത്തേക്ക് കംപ്ലീറ്റ്ലി അങ്ങ് മൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ടും ഇത്രയും ഭാഗം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും സ്കാറ്ററൈസ് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ സ്കാറ്ററൈസ് ചെയ്തത്. ഇതിനെ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതിൽ സെലക്ട് ചെയ്യുമ്പോൾ ബ്ലാക്കും ഇതിൽ വൈറ്റും. അപ്പോൾ ഒറിജിനലിൽ ഏതാണ് കിടക്കുന്നത്, ഇതിലേതാണ് കിടക്കുന്നത്, ബ്ലാക്കും വൈറ്റും. അതിനുശേഷം നമ്മൾ ബ്രഷ് ടൂൾ എടുക്കുക. ബ്രഷ് ടൂളിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ബ്രഷ് ഏതാണെന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രഷ് ഇതിൻ്റെ അകത്തോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്കാറ്റർ ബ്രഷ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് നെറ്റിൽ ബ്രഷ് കിട്ടും. ഞാനിപ്പോൾ സ്കാറ്ററും ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, സ്കാറ്റർ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ചെറിയ രീതിയിലുള്ള സ്കാറ്ററൈസ് ചെയ്തിട്ടുള്ള ബ്രഷ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അതിനെ സ്വല്പം ഒന്ന് വലുതാക്കാം. സെലക്ട് ചെയ്യുക, സ്കാറ്ററിൻ്റെ സൈസ് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ ബ്ലാക്ക് ആണ്, ഇതിൽ എന്താക്കാം, വൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഇതിൽ പെയിൻറ്റ് ചെയ്ത് ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്, ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ഇങ്ങനെ വരെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ആദ്യം നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ ഈ വൈറ്റിൽ നമ്മൾ എന്തിടുന്നു, ബ്ലാക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു തുടങ്ങാം. എന്താണോ, നമ്മൾ ഏതൊക്കെ ഏരിയക്കകത്ത് വയ്ക്കുന്നുണ്ട് അത്ര ഏരിയക്കകത്തുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്ത് കളയുക. ഓക്കെ, ഇവിടെ നിന്നുള്ള ഏരിയക്കകത്തുള്ള എത്ര ഏരിയക്കകത്ത് സ്കാറ്ററൈസ് ചെയ്യണം അത്ര ഏരിയക്കകത്ത് നമുക്ക് ടോപ്പൊക്കെ ആണെങ്കിൽ ടോപ്പ് ആംഗിൾ എല്ലാം സ്കാറ്ററൈസ് ആയി പോകും. ഓക്കെ, അതിനുശേഷം ഇവിടെ വന്നിട്ട് തിരിച്ച് ഫ്ലിപ്പ് ചെയ്യുക. കണ്ടോ, അത് ഒറ്റ ക്ലിക്കേ ചെയ്യാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിനെ ബ്ലാക്ക് ആക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ബ്ലാക്ക്, ഇതിൽ വൈറ്റ്. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഓരോ ക്ലിക്കിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. കണ്ടോ, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്താണ് ഇത് അല്ലാതെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും കറക്റ്റായിട്ട്.
ഓക്കെ. അതേപോലെ ബാക്കിയുള്ള ഏരിയക്കകത്ത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു ഏരിയക്കകത്ത് നമ്മൾ അത് അങ്ങോട്ടില്ല, നമ്മൾ എത്രത്തോളം ഏരിയക്കകത്ത് വരച്ചിട്ടുണ്ട് ആ ഏരിയ മാത്രമേ നമുക്ക് അതിൻ്റെ അത് കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ചുമ്മാ റാൻഡമായിട്ട് വരയ്ക്കുകയാണ് ഇങ്ങനെ. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയക്കകത്തുള്ളതിൽ ഒരു കളർ കൊടുക്കാം. സോ ബാക്ക്ഗ്രൗണ്ടിന് ഞാൻ മാറ്റി ഒരു സോളിഡ് കളർ എടുത്തു, ഏതെങ്കിലും ഒരു കളർ നമ്മൾ ഇതിലോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം എന്താണ് ഇത് കഴിഞ്ഞിട്ടില്ല, ബാക്കി നമ്മൾ കളറും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് പോയിട്ട് ഹ്യൂ സാച്ചുറേഷൻ എടുത്തിട്ട് ഹ്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയ മാത്രമാണ് അഡ്ജസ്റ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ മൂവ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തു, സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്തു, അതിൻ്റെ ലൈറ്റ്നെസ് വേണമെങ്കിൽ ലൈറ്റ്നെസ്സും അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ വാല്യൂ നോക്കിക്കോണം, 19 + 42 15. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എത്രയായിരുന്നു, വാല്യൂ എത്രയായിരുന്നു, ഇതിൻ്റെ അകത്ത് ഞാൻ കൊടുത്തില്ല. 19 42 ഇവിടെ എത്രയായിരുന്നു 15. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തേ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഓക്കെ ഇപ്പോഴാണ് കൊടുത്തത്. അപ്പോൾ അതേപോലെ തന്നെ അടുത്തതിനും കൊടുക്കുക. ഫിൽട്ടർ ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അതിൻ്റെ അകത്ത് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എത്രയാണിത് 19 42 15. ഓക്കെ 15. ഓക്കെ, അപ്പോൾ എന്നാലേ അത് കറക്റ്റായിട്ട് ബ്ലെൻഡ് ആകത്തുള്ളൂ. നിങ്ങൾക്ക് ഇത് തന്നെ മീൻസ് ഇത് തന്നെ വേണോ നിർബന്ധമില്ല, കളർ നിങ്ങൾക്ക് റാൻഡമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഏതാണ് നിങ്ങൾക്ക് വേണ്ട കളർ ആ ഒരു കളർ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഭാഗത്ത് മാത്രമാണ് ശരിയാവാത്തത്, ഇവിടെയൊക്കെ വലിയ കുഴപ്പമില്ല. ഈ ഭാഗത്തൊക്കെ നമ്മൾ വീണ്ടും പെയിൻറ്റ് ചെയ്യുക, എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതേപോലെ ഇവിടെ എല്ലാം കറക്റ്റായിട്ട് ബ്രേക്കായി പോകുന്ന ആ ഒരു സംഭവം നമുക്കിവിടെ വേണം ഈ ഭാഗത്ത്. അപ്പോൾ അത് കൂടുതൽ പെയിൻറ്റ് ചെയ്യേണ്ടി വരും. ബ്ലാക്ക് ആക്കിയിട്ടിട്ട് മൊത്തം പെയിൻറ്റ് ചെയ്ത് കളയുക ഈ ഭാഗം. നമ്മൾ അവിടെ ആ ഒരു ഏരിയക്കകത്ത് കറക്റ്റായി ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഫ്ലോ സ്വല്പം ഒന്ന് കൂട്ടാം, പെട്ടെന്ന് പെയിൻ്റ് ആവും. അതേപോലെ ബ്രഷിൻ്റെ സൈസും ബ്രഷിൻ്റെ ഹാർഡ്നെസ്സും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. വേറെ ബ്രഷാണെങ്കിൽ വേറെ ബ്രഷ് യൂസ് ചെയ്യുക. അല്ല ഇതിൻ്റെ അകത്ത് വേറെ ഡീഫോൾട്ടായിട്ട് കുറേ ബ്രഷസ് ഉണ്ട്, ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് യൂസ് ചെയ്യുക. ഓക്കെ, എല്ലാം എന്താണ് മാറ്റി മറിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഉണ്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ തിരിച്ചു വരാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം, വീണ്ടും അതിലോട്ട് പോവുക, ബ്ലാക്ക് ആക്കുക, വീണ്ടും പെയിൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിനെ ഞാനിപ്പോൾ മൊത്തം സെലക്ട് ചെയ്തു. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ സെലക്ട് ചെയ്തിട്ട് എന്ത് കൊടുക്കാം, ഒരു കളർ ലുക്കപ്പ് എടുക്കുക. കളർ ലുക്കപ്പിൻ്റെ അകത്ത് നമുക്ക് ഏതാണെന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് കൊടുക്കുക. മൂൺലൈറ്റ്, ടെൻഷൻ ഗ്രീൻ ഏതാണെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക. കണ്ടോ, ഇവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ കുറച്ചും കൂടെയൊക്കെ എന്താണ് മീൻസ് സ്കാറ്റർ ആവുന്ന സംഭവം കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഇനി ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും നമുക്കിപ്പോൾ സ്കാറ്റർ എഫക്റ്റ് അല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും കാര്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് എടുക്കുക. എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഗൂഗിളിൻ്റെ അകത്ത് പോയിട്ട് ഗ്ലാസസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് ഗ്ലാസസ് ഇൻ ബ്ലാക്ക് BGPNG ഈ ഗ്ലാസ്സാണ്, ഷാറ്റേഡ് ഗ്ലാസസ് ആണ്. ഷാറ്റേഡ് ഗ്ലാസസ്. ഓക്കെ, അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്ലാസസ് ആണ് എനിക്ക് വേണ്ടത്, ഷാറ്റേഡ് ടൈപ്പ് ഓഫ് ഗ്ലാസസ്. അപ്പോൾ ഞാൻ ഇമേജസ് എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് പല ടൈപ്പ് ഓഫ് സ്കാറ്റേഡ് ഗ്ലാസസ് കാണാം. നമുക്കത് പെർഫെക്റ്റ് ആവുന്ന ഏതുണ്ട്. ഞാൻ ഇപ്പോൾ ഇതെടുത്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, സേവ് ആസ് PNG. അപ്പോൾ ഞാൻ എന്നിട്ട് ഡൗൺലോഡ്സിൻ്റെ അകത്ത് തന്നെ ഇരുന്നോണ്ട് ഡൗൺലോഡ്സിൻ്റെ അകത്ത് ഞാൻ അത് സേവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുക. ഫയൽ എന്ത് ചെയ്യുക, പ്ലേസ് ലിങ്ക് കൊടുത്തിട്ട് നമുക്ക് ഡൗൺലോഡ്സിൻ്റെ അകത്ത് നിന്ന് ആ ഒരു ഷാറ്റേഡ് ഗ്ലാസസ് എടുക്കാം. കണ്ടല്ലോ, ഈ ഒരു കളർ അതേപോലെ കിട്ടുകയാണ്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇതിനെ മാറ്റിയിട്ട് നോർമൽ മാറ്റിയിട്ട് എന്താക്കുക, ഇതിൻ്റെ അകത്ത് നമ്മൾ സ്ക്രീനാക്കി കൊടുക്കുക. കേട്ടോ, ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ്റെ തലയുടെ മുകളിൽ കൂടി ഇരിക്കുകയാണ്, നമുക്ക് അത്രയും വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാസ്ക് ചെയ്യുക. ഈ വൈറ്റ് മാസ്കിൻ്റെ അകത്ത് ബ്ലാക്ക് ഇട്ടിട്ട് ഇതങ്ങ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. അനാവശ്യമായിട്ടുള്ള ഏരിയക്കകത്ത് വേണ്ടെങ്കിൽ അതിനങ്ങ് റിമൂവ് ചെയ്ത് കളയുക. കണ്ടോ, ഈ ഏരിയക്കകത്ത് വേണ്ട, ആ ഏരിയക്കകത്ത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. അതിനുശേഷം ഇതിനെ കറക്റ്റ് ഏരിയക്കകത്ത് കുറച്ചും കൂടെ ഫിക്സ് ചെയ്യുന്നു. ആവശ്യമില്ലാത്ത ഏരിയക്കകത്ത് നമുക്ക് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയുക. ഇത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ റിമൂവ് ആവാത്തത്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഇല്ല, അത് വർക്ക് ചെയ്യത്തില്ല. റാസ്റ്ററൈസ് ചെയ്ത് കൊടുക്കുക. രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉള്ളൂ, റാസ്റ്ററൈസ് ചെയ്യുക, സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി കൊടുക്കുക. ഡിലീറ്റ് ചെയ്തിട്ട് ഇത്രയും ഭാഗം കൂടെ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തു. കണ്ടോ,
നമ്മൾ ആ ബേസിക് സ്ട്രക്ചർ കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതിലെല്ലാം നമുക്ക് ഇതിൻ്റെ അത് ആഡ് ചെയ്ത് കൊടുക്കാം, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് മാസ്ക് ചെയ്യാം, മാസ്ക് ചെയ്തിട്ട് വീണ്ടും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു വട്ടം നമ്മൾ മാസ്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് വീണ്ടും പെയിൻറ്റ് ചെയ്തുകൊണ്ടായിക്കൊന്നുമില്ല, വീണ്ടും വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ബ്രഷ് ഇട്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് സാധാരണ ഒരു ബ്രഷ് ഇട്ട്, സോഫ്റ്റ് റൗണ്ടഡ് ബ്രഷ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കറക്റ്റായിട്ട് അത് ഇരിക്കും. ഇതാ ഓക്കെ. വീണ്ടും ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക, Ctrl+J അടിച്ചിട്ട് വീണ്ടും അടുത്തൊരു കോപ്പി എടുക്കുന്നു. ഞാൻ അതിനെ മൂവ് ചെയ്തിട്ട് വേറൊരു ഏരിയക്കകത്ത് വെച്ച് കൊടുക്കുന്നു. Ctrl+T അടിച്ചിട്ട് അതിനെ സ്വല്പം ഒന്ന് മൂവ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുന്നു. വേറെ ഏരിയക്കകത്ത് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു ഏരിയക്കകത്ത് തന്നെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ നമ്മൾ ചെയ്ത് മാത്രം വെച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്താലേ നമുക്ക് ആ ഒരു കറക്റ്റ് ഫീൽ കിട്ടും. ഇനി എല്ലാം ഓൺ ആക്കി കഴിഞ്ഞാൽ നോക്കിയേ, കൊണ്ട് അതിൻ്റെ മൊത്തത്തിലുള്ള ഫീല് മാറി, മനസ്സിലായോ? അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യുക. ഇനി ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് മാത്രം നമുക്കൊന്ന് ഇൻറ്റൻസിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നമ്മളെ കയ്യിലുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് നമുക്കതിനെന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെയിം കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ റാസ്റ്ററൈസ് ലെയർ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, റൈറ്റ് ക്ലിക്ക്, റാസ്റ്ററൈസ് ലെയർ. ഒന്നും കൂടെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയേ, സോറി, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റാസ്റ്ററൈസ് ലെയർ. ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ഉണ്ട്, അതിന് നമുക്ക് ഉണ്ടോ കുറയ്ക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ എല്ലാം ഏകദേശം ഒരേ സെറ്റപ്പിലോട്ട് വരും. ഇത് ഓഫ് ചെയ്താൽ ഇങ്ങനെയാണ്, ഓൺ ചെയ്താൽ ഓക്കെ. അപ്പം എന്താണ് കൂടുതലായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഭാഗം കൂടുതലായിട്ട് പൊളിഞ്ഞു പോകുന്ന ആ ഒരു ഫീൽ നമുക്ക് എൻ്റെ ഇടയിൽ കൊണ്ടുവരണം. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് കൂടുതൽ ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം. അല്ല അത് മാത്രം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും ഫീൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഈ ഏരിയ കണ്ടോ, ഇവിടെയൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഏരിയ എല്ലാം നമ്മൾ സാധാരണ ഒരു ബ്രഷ് ടൂൾ വെച്ചിട്ട് റിമൂവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഈ ഏരിയക്കകത്ത്, അതേപോലെ ഈ ഒരു ഏരിയക്കകത്ത് ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ബ്ലാക്ക് ടു വൈറ്റ് ആക്കിയിട്ട് ഓക്കെ. അപ്പോൾ ഞാൻ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ട് ഈ ഒരു ഏരിയക്കകത്തെല്ലാം കണ്ടോ, ഇതിങ്ങനെ കുറച്ച് സമയം എടുക്കും കേട്ടോ. കണ്ടോ, ഈ ഏരിയ എല്ലാം പോകുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഇവിടെ എല്ലാം ഒറ്റയടിക്ക് പെയിൻറ്റ് ചെയ്താൽ ചിലപ്പോൾ അത്രയും ഒരു ഇത് വരണമെന്നില്ല. അപ്പോൾ നമ്മൾ പതുക്കെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കളയുക. ഉണ്ടോ, ഇവിടെ ആണെങ്കിൽ ഇവിടെയും പെയിൻറ്റ് ചെയ്ത് കളയുക. ഉണ്ടോ, ബാക്കി നമ്മുടെ ക്രിയേറ്റിവിറ്റിയും കൂടെ കുറച്ച് ഉപയോഗിക്കണം. കുറച്ച് സമയം എടുക്കും, എല്ലാം ഒറ്റയടിക്ക് നടക്കത്തില്ല. സമയമെടുത്ത് പതുക്കെ ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക സംഭവം.